പോയ വീഡിയോ എടുക്കട്ടെ. ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കുറേ ദിവസമായിട്ട് എന്നും മഴയല്ലേനു. അപ്പോൾ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ, നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ പുഴയ്ക്ക് പോന്നിക്കാണ് കേട്ടോ, തുണികൾ അലക്കാൻ വേണ്ടിയിട്ട്. പുഴയിൽ വെള്ളം കൂടിയെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും, നിറയെ വെള്ളം ഉണ്ടായിരുന്നില്ലേ. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ പിന്നെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ, നമുക്ക് അലക്കാനൊക്കെ പറ്റും. എന്നാലും കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പോൾ പേടിയാണ്, നല്ല ഒഴുക്കുണ്ട്, നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പം വെള്ളത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് നീച്ചാൻ തോന്നില്ല, അത്രയും തണുപ്പാണ്. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടായിരുന്നു തുണികൾ അലക്കാനൊക്കെ. അപ്പോൾ രാവിലെ നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ അങ്ങനെ പുഴയിൽ വന്നതാണ് കേട്ടോ. പുഴയിൽ വന്നാൽ പിന്നെ അറിയാമല്ലോ, ഇപ്പം നമ്മൾ അലക്കലും ഒലുമ്പലൊക്കെ പെട്ടെന്ന് ചെയ്യും. ഈ ഒലുമ്പുണതാണ് കേട്ടോ, നല്ല ഇതിൽ എന്താ പറയുക, നല്ല വൃത്തിയായിട്ട് കിട്ടും. നിങ്ങളിപ്പോൾ കുറേ ആയില്ലേ പുഴ കണ്ടിട്ട്? ചില കൂട്ടുകാരൊക്കെ കമൻറ്റിനോട് പറയലുണ്ട് പുഴ കാണുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് പുഴയ്ക്ക് വന്നതൊരു വീഡിയോ എടുക്കാൻ കേട്ടോ. നമുക്കൊരു കാറ്ററിംഗ് ഉണ്ട്, അപ്പോൾ ഇവിടുന്ന് ചെന്നിട്ട് വേണം അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ പുഴയിൽ നിന്ന് വന്നു കേട്ടോ. പിന്നെ തുണികളൊക്കെ ഒരുപാടുണ്ടായിരുന്നല്ലോ തോരയിടാൻ. അപ്പോൾ അതൊക്കെ തോരട്ടു. കുറേ ടെറസിൻ്റെ മേലെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്, കുറേ മുറ്റത്ത് അയലുമേൽ ഇട്ടിട്ടുണ്ട്. രാവിലെ തന്നെ അലക്കൽ കഴിഞ്ഞതുകൊണ്ട് നല്ല വെയിലും ഉണ്ട്, അപ്പോൾ ഒക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങിക്കോളും. പിന്നെ അതാ നമുക്കിന്ന് കാറ്ററിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബീഫ് ബിരിയാണിക്കുള്ള ഓർഡർ ആട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2 കിലോ ബീഫാണ്, 2 കിലോ റൈസും 2 കിലോ ബീഫും. അപ്പോൾ ബീഫൊക്കെ ഇത് അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ബീഫ് ഞാനിപ്പോൾ പോയി മേടിച്ചുകൊണ്ടെന്നാണ് കേട്ടോ. പക്ഷേ ചിലപ്പോൾ നമുക്ക് നല്ല ബീഫേ കാരം കിട്ടുക. അന്നത്തെ ബീഫ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത് കട്ട് ചെയ്തതും ബിരിയാണിക്ക് കട്ട് ചെയ്ത് വാങ്ങിയതാണ് ഞാൻ, പക്ഷേ അത് കട്ട് ചെയ്തതും റെഡി ആയിട്ടില്ല കേട്ടോ, കുറച്ച് ചെറുതായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ബീഫ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ബീഫ് കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് വലിയ പീസായിട്ട് കിട്ടണം, നല്ല വലിപ്പം വേണ്ട, ഒരു പാകത്തെ വലിപ്പത്തിനായിട്ട് കിട്ടണം. അത് കുറച്ച് ചെറുതാണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷേ ചില സമയം കിട്ടുന്ന ബീഫ് ടേസ്റ്റിലൊക്കെ വ്യത്യാസം തന്നെ ഉണ്ടാവലുണ്ട് കേട്ടോ. ഒന്നിപ്പോൾ എനിക്ക് തോന്നണത് ഈ ഒരു ബീഫ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാന്നാണ്. എന്തായാലും നമുക്ക് ഉണ്ടാക്കി വെക്കാം. പിന്നെ അതാ ഞാൻ ഇതിക്ക് ഇത് മണ്ണിൻ്റെ ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടോ, കഴുകി വെച്ചതേനും. പിന്നെ അതിക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിൻ്റെ ഇട്ടിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് കൊണ്ടുപോയിട്ട് വേവിക്കാൻ വെക്കാം. അപ്പോൾ ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ പിന്നെ ബീഫ് വാങ്ങിക്കുമ്പോഴേ നോക്കിയിട്ട് വാങ്ങിക്കുക. അവരോട് പറഞ്ഞാൽ മതി ബിരിയാണി ഉണ്ടാക്കാനാണ് നല്ലത് തരീന്നൊക്കെ പറഞ്ഞ് നല്ലത് നോക്കിയിട്ട് വാങ്ങിക്കട്ടോ. അപ്പോൾ ഞാൻ ബീഫ് അടുപ്പത്ത് വെക്കാണ്. കുക്കറിൽ വെച്ച് വേവിച്ചാലും മതി. കുക്കറിൽ വെച്ചാൽ എന്താ പറയുക, വെള്ളം അങ്ങോട്ട് പൊടിഞ്ഞ് വരും. അപ്പോൾ ആകെ പിന്നെ കൗണ്ടർ ടോപ്പുമ്പോൾ കൂടെ ആകെ ചീറ്റി ആകെ വൃത്തിയേടേക്കാറ്. അപ്പോൾ അതിലേറെ നല്ലത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ മണ്ണിൻ്റെ കലത്തിൽ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ ബീഫിനൊരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അതിൽ വെള്ളമൊന്നും പോവാതെ പുറത്തൊന്നും പോവാതെ അതിൽ തന്നെ വറ്റിയിട്ട് വെന്ത് കിട്ടണം, അപ്പോഴാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. പിന്നെ അടുപ്പത്ത് വെച്ച് ഇതേപോലെ വേവിച്ചെടുക്കുമ്പോൾ തീ നല്ലോണം കത്തിക്കണം. തീ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബീഫ് വാടും, അപ്പോൾ വേവാനും കുറേ സമയം എടുക്കും. കല്ലക്ക എന്നൊക്കെ പറയില്ല, അങ്ങനെയാവും. അപ്പോൾ നല്ലോണം തീ കത്തിക്കണം കേട്ടോ. അപ്പോൾ തീയൊക്കെ നല്ലോണം കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊന്ന് വന്ന് ഇളക്കി നോക്കിട്ടോ, അപ്പോൾ തിളച്ചിട്ടുണ്ട് ഇപ്പം. പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 10 പച്ചമുളക് കൊടുത്തിട്ടുണ്ട്, 2 കുടം വെളുത്തുള്ളി, വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു കൈപ്പിടി നിറയെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സവാള എടുത്തിട്ടുള്ളത് കിലോനിക്ക് 3 സവാള വെച്ചിട്ട് എടുത്താൽ മതി. ഞാൻ ഇവിടെ പിന്നെ ഇപ്പോൾ എടുത്തിട്ടുള്ളത് 8 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതെന്താ വെച്ചാൽ 4 സവാള വലുതാണ്, ബാക്കി 4 സവാള ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് 8 എടുത്തിട്ടുള്ളത്. സവാള ആണെങ്കിൽ ഒരു 6 സവാള മതി കേട്ടോ. തക്കാളി അതേപോലെ തന്നെ 1 കിലോനിക്ക് 3 തക്കാളി എന്നുള്ള ആ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ എടുക്കൽ. അപ്പോൾ തക്കാളി ഞാൻ കുറച്ച് അധികം എടുക്കലുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നൊക്കെ കുറക്കാം. ചെറിയ തക്കാളി ആകുമ്പോൾ ഒരു 6-7 എടുത്തു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 7 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് അരിയുമ്പോൾ നമുക്കറിയാം പിന്നെ ഏറെയാണോ കുറവാണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെക്കും കേട്ടോ. തക്കാളി നമ്മൾ എണ്ണയൊക്കെ എടുത്ത് വെച്ച് ഇനി ഒന്ന് ഞാൻ അതിന് മാറ്റി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. 6 തക്കാളി എടുത്തിട്ടുള്ളൂ. അതേപോലെ നമ്മളെടുത്ത സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് കേട്ടോ മസാല റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾ ഏത് ഓയിലാണോ എടുക്കണമെന്ന് വെച്ചാൽ അത് എടുക്കാം. സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ എടുക്കാം കേട്ടോ. സാധാ ഓയിലിൽ മസാല ഉണ്ടാക്കരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് മാറും. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവറോ എടുക്കാം കേട്ടോ നല്ലത്. അപ്പോൾ ഞാൻ സവാള അങ്ങനെ സ്ലൈസ് ചെയ്തതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ സവാള ഉള്ളത്. പിന്നെ നല്ല കട്ടില്ലാതെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സവാള കുറേ നേരം നമുക്ക് ഇട്ടിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ്ട് ഒന്ന് അടച്ച് വെച്ചാൽ, ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ സവാള സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ ഞാനിത് അവിടെ കറിവേപ്പിൻ്റെ ഇട്ടിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുത്തിന് കേട്ടോ. ഉപ്പ് ഇട്ട് വീഡിയോയിൽ കണ്ടിട്ടില്ല. പിന്നെ അത് ചെറിയ തീയിലിട്ടിട്ട് അടച്ച് വെക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ച സവാള മുഴുവൻ ഞാൻ അതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. ഒരു 2 സവാളൻ്റെത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് റൈസ് വേവിച്ചെടുക്കണ്ടേ, അപ്പോൾ അതിക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേട്ടോ സവാളയൊക്കെ ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മളെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതിപ്പോൾ നമുക്കല്ല പുറത്തേക്ക് കൊടുക്കാനാട്ടോ ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളൊരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഉണ്ടാക്കുക. നല്ല എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ചിട്ട് പിന്നെ കുറക്കും കൂട്ടുമൊക്കെ ചെയ്യാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ചതച്ചതൊക്കെ ചേർത്ത് വഴറ്റി കൊടുത്തു. അതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. പിന്നെ തക്കാളി വേണമെങ്കിൽ കുറച്ച് കുറക്കട്ടോ, 1-2 ഒക്കെ കുറക്കുക. ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തക്കാളി കുറച്ച് അധികം ചേർക്കലുണ്ട്. ഞാൻ എല്ലാ വീഡിയോസിലും പറയലുണ്ട്. തക്കാളി കൂടുതൽ ചേർത്താൽ മസാല നല്ലോണം ഉണ്ടാവും, അതേപോലെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് തക്കാളി കൂടുതൽ ചേർക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർ തക്കാളിയൊക്കെ ചേർത്ത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ കുരുമുളക് പൊടി, 2.5 സ്പൂൺ ബീഫ് മസാല, അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. അത്രയും പൊടികളാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. മുളക് പൊടി നമ്മളിപ്പോൾ ചേർക്കലില്ല. പിന്നെ കുരുമുളക് പൊടിൻ്റെ എരിവും അതേപോലെ തന്നെ നമ്മളെ ബീഫ് മസാലേൻ്റെ എരിവൊക്കെ തന്നെയാണ് കേട്ടോ ബിരിയാണിക്ക് ഉണ്ടാവുക. പിന്നെ പച്ചമുളകും ചേർത്തിട്ടില്ലേ. അപ്പോൾ ഇനി നാരങ്ങ നീരാണ് കേട്ടോ പിന്നെ ചേർത്ത് കൊടുത്തത്. അപ്പോൾ 2 ചെറുനാരങ്ങൻ്റെ നീര് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ 1 കപ്പ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും നമ്മൾ പുളിയൊക്കെ നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കുക. നമുക്കറിയാലോ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് പുളി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൈരും നാരങ്ങ നീരൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1 കിലോയ്ക്ക് 1 നാരങ്ങ എന്നുള്ള രീതിയിൽ ചേർത്താൽ മതി. തൈര് പിന്നെ ചില തൈര് നല്ല പുളി ഉണ്ടാവും, ചില തൈര് പുളി കുറവേക്കാരം. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് നമുക്കിതൊന്ന് തുറന്നിട്ട് വറ്റിച്ചെടുക്കാം. ബാക്കിയുള്ളത് അതിൽ നിന്നോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബിരിയാണി ചെമ്പക്ക് പിന്നെ മസാല മാറ്റുമ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട്. ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇലയും പുതിനേൻ്റെ ഇലയൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കഴുകിയിട്ട് ഞാൻ ഊറ്റി വെച്ചു. ഞാനത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കലാണ്. അപ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ട് കുതിർത്തി എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു സ്മെല്ല് പോകുമെന്ന് പറയും. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ആ ഒരു അരി. നിങ്ങൾ വാങ്ങി നോക്കാത്തവർ. അപ്പോൾ നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് അരി കഴുകിയിട്ട് ഊറ്റി വെച്ചാൽ മതി, അത് വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പം ഇപ്രാവശ്യം അങ്ങനെ കേട്ടോ ചെയ്തത്. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അവിടെ ഒരു ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതുമ്മ കരി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് അതിന് കേട്ടോ. ചിലർ പറയും വെണ്ണീർ തേച്ച് കൊടുത്തൂടെ എന്ന് പറയും. ഞാൻ വെണ്ണീർ ആക്കിയിട്ടില്ല, ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു, 2.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഏലക്കായ, കറാമ്പൂ, പട്ട അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് പിന്നെ സവാള കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നില്ല, അതിലേക്ക് ചേർത്ത് ഒന്നിങ്ങനെ മൂത്ത് വരാൻ നിൽക്കണ ആ ഒരു സമയത്ത് ഇതിൽ തന്നെയാണ് കേട്ടോ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇനി ഇത് കളർ മാറി വന്നിട്ട് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുക. കരിയാതെ നോക്കണം കേട്ടോ. അടുപ്പത്താവുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് ചിലപ്പോൾ റെഡി ആവില്ല, പിന്നെ വേഗം കരിയും. തീ ആളെ ഇങ്ങോട്ട് കത്തും ആ ഒരു സമയത്ത്. അതോടെ കത്തണില്ലെങ്കിലും അങ്ങനത്തെ നേരത്ത് പെട്ടെന്നാണ് കത്തും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനിത് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ചെയ്യുമ്പോൾ ചേർക്കാനാട്ടോ. പിന്നെ നമ്മൾ അരി കഴുകി ഊറ്റി വെച്ചിരുന്നല്ലോ, ആ അരി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. കുറേ നേരമൊന്നും വറുത്തെടുക്കണ്ട, കുറച്ച് സമയം ഒന്ന് വഴറ്റിയെടുക്കട്ടോ. നമുക്ക് ബിരിയാണീൻ്റെ റൈസേ വേവേറാതെക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പാകത്തെ വേവ് വയ്ക്കാരോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോറ് വയ്ക്കാറ് കേട്ടോ അതേപോലെ ചെയ്താൽ. അങ്ങനെ അതൊന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ അതിക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എല്ലാവരും ചേർക്കൽ. ഞാൻ 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാട്ടോ ചേർക്കൽ.
അതാണ് പാകം എനിക്ക് കേട്ടോ. എല്ലാവരും വെക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ചോറ് നല്ല പാകത്തെ വേവായിട്ട് കിട്ടും. വേറി പോവും ചെയ്യൂല, അതേപോലെ തന്നെ പിന്നെ വേവാതെ നിൽക്കും ചെയ്യൂല. ബിരിയാണി വെന്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇവിടെ ഞങ്ങളെ വീട്ടിലെല്ലാവർക്കും അങ്ങനെ വേവണം. അപ്പോൾ അതേപോലെ പുറത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതേപോലെ തന്നെ ആയിട്ട് ഉണ്ടാക്കൽ. പിന്നെ വെള്ളത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തു, പിന്നെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണമെങ്കിൽ പച്ചമുളകും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊക്കെ കുറേശ്ശെ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തിളപ്പിച്ച് ഊറ്റലേനി. അത് നമ്മൾ അന്ന് എടുത്തിന് അരി ദുൽഹാൻ എന്ന് പേരുള്ള അരി കേട്ടോ. അന്ന് എടുത്തിന് ഇത് ആ അരി തിളപ്പിച്ച് ഊറ്റിയാണ്ടാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ്. ഇത് കൈമ റൈസാണ്. കൈമ റൈസ് ഇങ്ങനെ വറ്റിച്ചുണ്ടാക്കുമ്പോഴാട്ടോ ടേസ്റ്റ് കൂടുതൽ. തിളപ്പിച്ച് ഊറ്റുമ്പോൾ അതിൻ്റെ ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും. അതേപോലെ പിന്നെ എന്താ പറയുക, ആ അരിൻ്റെ ടേസ്റ്റ് തന്നെ പോവും അങ്ങനെ ആകുമ്പോൾ കേട്ടോ. ഇങ്ങനെ വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇപ്പോൾ വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ചു വെക്കുക. വെള്ളം ഒരിത്തിരി വലിയാണ്ടേനെ, അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ച് പിന്നെ അത് അടുപ്പത്ത് നിന്ന് ഞാൻ വാങ്ങി വെച്ചിട്ടോ. ഇനി നമുക്ക് ചോറ് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനത്തെ ഈ ഒരു ചെമ്പക്കാണ് കേട്ടോ പിന്നെ എന്താ മസാല മാറ്റേണ്ടത്. ഇതിലാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. വട്ടച്ചെമ്പ് ഉണ്ട് എൻ്റെ കയ്യിൽ, അത് കുറച്ച് വലിപ്പമുള്ളതാണ്. അപ്പോൾ ചെറിയ വട്ടച്ചെമ്പില്ല. അപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ചെമ്പ് അവിടെ ഇല്ലല്ലേ. ഇത് നമുക്ക് കുറേ മുന്നേ വാങ്ങിച്ചതാണ്. നമ്മൾ വീടിരിക്കലിനൊക്കെ കിട്ടൂല, അങ്ങനെ അന്ന് വാങ്ങിയതാട്ടോ. ഇപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒന്നും ഇല്ല തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോൾ ചെറിയ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അത് തന്നെ കേട്ടോ ഞാൻ ഉണ്ടാക്കൽ. അപ്പോൾ അത് മസാല കൈക്ക് മാറ്റി കൊടുത്തു. പിന്നെ റൈസൊക്കെ വെന്തിട്ടുണ്ടല്ലോ, ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പിന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്തതുണ്ടല്ലോ, ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിങ്ങനെ ലെയറായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് 2 കിലോനല്ലേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ലല്ലോ. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ഇല ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. തൂണ് ഇല ഒന്നും വെച്ചിട്ടില്ല. അങ്ങനെ വെക്കാതെ അങ്ങനെ പിന്നെ അതിൻ്റെ മേലേക്ക് തന്നെ റൈസ് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് എന്താ മസാലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നല്ലോണം നമ്മൾ റൈസൊക്കെയാണ് കയറുള്ളൂ കേട്ടോ. പിന്നെ ചിലപ്പോൾ ഞാൻ വാഴൻ്റെ ഇല വെച്ച് കൊടുക്കലുണ്ട്. അത് ചില ആൾക്കാർ പറയും മസാലയും ഇതും വേറെ വേറെ കിട്ടണമെന്ന് പറയുമ്പോൾ അങ്ങനെ വാഴൻ്റെ ഇല വെച്ച് കൊടുക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് റൈസ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളയൊക്കെ ഫ്രൈ ചെയ്തത് കുറച്ച് ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് ചേർക്കുകയാണെങ്കിലും ബിരിയാണിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടും. അപ്പോൾ എനിക്ക് പൈനാപ്പിൾ കിട്ടിയില്ല. നമ്മൾ ഇതിലേക്ക് നെയ്യൊന്നും ചേർക്കണില്ല കേട്ടോ. നെയ്യൊക്കെ നമ്മൾ ആവശ്യത്തിന് റൈസ് വറ്റിച്ചെടുത്തപ്പോൾ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതാ മൈദ കൊണ്ട് ഇങ്ങനെ പിന്നെ അതിൻ്റെ വാക്കിൽ പശ തേച്ച് ഒട്ടിച്ചിട്ട് അടപ്പ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കട്ടോ. അപ്പം നല്ല ടൈറ്റായിട്ട് കിടന്നോളും. അപ്പോൾ ആവിയൊക്കെ നല്ലോണം ഉള്ളിൽ കയറിയിട്ട് പുറത്ത് പോവാതെ നിന്നോളും. അപ്പോൾ നല്ലോണം ദമ്മ് കയറിട്ടോ ബിരിയാണിക്ക്. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട്, ഇനി നല്ല കനലിലുള്ള അടുപ്പാണെങ്കിൽ അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. നമ്മൾ അടുപ്പത്തെ കനലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓലക്കൊടി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് കത്തിച്ചെടുക്കുകയാണ്. ഇങ്ങനെ ഓലക്കൊടി കത്തിച്ചെന്ന് വിചാരിച്ചിട്ട് പുക ചുവക്കൊന്നുമില്ല കേട്ടോ. ചിലരൊക്കെ പറയും ഓലക്കൊടി വെച്ചാൽ പുക ചുവക്കും. അങ്ങനെ പുകയിപ്പിച്ചാൽ മതി, കത്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു വെയിറ്റും വെച്ച് കൊടുക്കുക. പിന്നെ അതിലേക്കുള്ള സാലഡും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഞാൻ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നല്ല ചെറുതായിട്ട് കിട്ടും സവാള. അപ്പം എന്താ തൈരിക്ക് ഇങ്ങനെ ചെറുതാക്കി അരിയണതാണ് നല്ലതില്ലേ. പിന്നെ കുറച്ച് കക്കരി ഞാൻ കുറച്ച് വലിയ ഇതാക്കിയിട്ടാണ് കേട്ടോ, വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റും ക്യാബേജൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ തൈരും ചേർത്ത് ഉപ്പ് ഇട്ടാണ്ട് പച്ചമുളക് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ തൈര് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ കൂടെ അച്ചാറാണ് കേട്ടോ കൊടുക്കുക. അച്ചാർ നമ്മൾ ഹോം ഷോപ്പത്തെ അച്ചാർ ആണ് ഞാൻ കൊടുക്കുന്നത്. എന്താ ബിരിയാണിക്ക് നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ ഇത്. ഇതിൻ്റെ പേരെന്താ ജിഞ്ചിൻ്റെ അങ്ങിടി എന്നാണ് കേട്ടോ. 50 രൂപക്കാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 പാക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു ചോറൊക്കെ കൊണ്ടുപോയിട്ട് ഒരു പറഞ്ഞിനി നല്ല ടേസ്റ്റ് ഉണ്ടേനി എന്നൊക്കെ പറഞ്ഞിനി കേട്ടോ, പാത്രമൊക്കെ കൊണ്ടുവന്ന് തന്നപ്പോൾ. അപ്പോൾ പെരുന്നാളിന് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കൊണ്ടിട്ടോ. തീരെ ബിരിയാണി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ, ബിഗിനേഴ്സിനൊക്കെ എന്തായാലും പിന്നെ ഉപകാരപ്പെടും നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.